പരിശുദ്ധ റമദാനിലെ നോമ്പ് ഖളാ ആയാൽ എപ്പോഴാണ് അത് ഖളാഹ് വീട്ടേണ്ടത്? ഒരു റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അടുത്ത റമദാൻ ആകുമ്പോഴേക്ക് അത് ഖളാഹ് വീട്ടൽ നിർബന്ധമാണ്. കാരണം കൂടാതെ ഒരു റമദാനിലെ നോമ്പ് അടുത്ത റമദാനും വിട്ട് പിന്തിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ നോമ്പ് ഖളാഹ് വീട്ടുകയും ഒരു വർഷം പിന്തിപ്പിച്ചു എന്ന കാരണത്താലുള്ള ഒരു മുദ്ദ് കൊടുക്കലും നിർബന്ധമാകും. കാരണത്തോട് കൂടിയാണ് ഒരാൾ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർഷം നോമ്പ് ഖളാഹ് വിട്ടൽ നീണ്ടുപോയതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ അയാൾക്ക് ഖളാഹ് വീട്ടാൻ സൗകര്യപ്പെട്ടത് ആ സമയത്ത് ഖളാഹ് വീട്ടിയാൽ മതിയാകും, മുദ്ദ് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഒരാൾ ഒരു കാരണവുമില്ലാതെ ഒരു റമദാനിലെ നോമ്പ് അടുത്ത റമദാൻ ആകുന്നതിന്റെ മുമ്പ് ഖളാഹ് വീട്ടില്ല, അടുത്ത റമദാനും കഴിഞ്ഞു പിന്നെയാണ് ഖളാഹ് വീട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 വർഷത്തോളം അയാൾ പിന്തിച്ചു എങ്കിൽ അയാൾ ആ നോമ്പ് ഖളാഹ് വീട്ടുന്നതോടൊപ്പം തന്നെ 5 കൊല്ലം പിന്തിപ്പിച്ചു എന്ന കാരണത്താൽ ഒരു നോമ്പിന് 5 മുദ്ദ് വീതം കൊടുക്കൽ നിർബന്ധമായി വരും. കാരണത്തോടു കൂടിയാണ് പിന്തിച്ചതെങ്കിലോ, ഉദാഹരണം മുലയൂട്ടുന്നവളും ഗർഭിണിയുമായ സ്ത്രീ, അവളുടെ ശരീരത്തിന്റെയോ അവളുടെയും കുട്ടിയുടെയും ശരീരത്തിന്റെയോ കാര്യത്തിൽ ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഖളാ ആയി, അടുത്ത റമദാൻ ആകുന്നത് വരെ അവർക്ക് ഖളാഹ് വീട്ടാൻ സാധിച്ചില്ല. അതൊരു പക്ഷേ ആ കുട്ടിയുടെ മുലയൂട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഗർഭസംബന്ധമായ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയോ ഒരു വർഷം വരെ നീണ്ടു. അങ്ങനെ അവർ അടുത്ത റമദാനും കഴിഞ്ഞതിന്റെ ശേഷമാണ് ഖളാഹ് വീട്ടുന്നതെങ്കിൽ ഒരു വർഷം പിന്തിപ്പിച്ചു എന്ന പേരിലുള്ള മുദ്ദ് അവർക്ക് കൊടുക്കേണ്ടതില്ല. ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു നോമ്പ് ഖളാ ആയ ഒരാൾ അടുത്ത റമദാൻ ആകുന്നതിന്റെ മുമ്പ് ഒരു കാരണവുമില്ലാതെ അത് ഖളാഹ് വീട്ടാത്ത സാഹചര്യം ഉണ്ടായി, പിന്നെയും അത് പിന്തിപ്പിച്ചു, അതിനിടയിൽ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്ര വർഷമാണോ അയാൾ നോമ്പ് ഖളാഹ് വീട്ടാതെ പോയതെങ്കിൽ അത്രയും വർഷത്തെ മുദ്ദിന്റെ വിഹിതം അയാളുടെ സ്വത്തിൽ നിന്ന് എടുത്തതിന് ശേഷമേ അയാളുടെ അനന്തരാവകാശികൾക്ക് സ്വത്ത് ഓഹരി ചെയ്യാൻ പാടുള്ളൂ.